ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോണിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയണം. മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം ക്വസ്റ്റ്യൻസ് പറയും, അതിനുശേഷം നിങ്ങൾ ആൻസർ ചെയ്യുക. അതിനുശേഷം ആൻസർ കീ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? നോക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ കൂടി ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കാണുക. LP-UPയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 8-ാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഒരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. LP-UP പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു മെൻറ്റർഷിപ്പോട് കൂടി ഒരു പുതിയ ബാച്ചാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കുക. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒരു മുൻകാല ചോദ്യമാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. 1915 ജനുവരി 9-ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേതോ ഒന്ന് തെറ്റാണ്, അത് ഒഴിവാക്കിയിട്ട് ശരിയായിട്ടുള്ള ജോഡി എന്ത് ചെയ്യുക? കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. അത് ആർക്കും ഒരു സംശയവുമില്ല ആ കാര്യം. അപ്പോൾ 1 എന്നുള്ളത് ശരിയായിട്ടുള്ള ജോഡിയാണ് അല്ലേ? അത് കറക്റ്റാണ്. അപ്പോൾ എന്തായാലും 1 ഉള്ള 3 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി 1 ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി വരാൻ ഒരു സാധ്യതയില്ല. ശരിയല്ലേ? അങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തുക. ജനുവരി 9-ന്റെ പ്രത്യേകത എന്താണ് നോക്കുക. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവിൻ്റെ പേരെന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നോക്കുക. സുരേന്ദ്രനാഥ് ബാനർജി ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? എത്തണം. ഞാൻ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി വായിച്ചു തരാം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡിയെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് 1, 2, 3, 1, 3, 1, 2, 2, 3. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക നിർബന്ധമായിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണിത്. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഇതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഏത് നിയമത്തിനെതിരെയാണ് ജാലിയൻ വാലാബാഗിൽ ഇങ്ങനൊരു സംഭവം നടന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അത് ഓക്കെയാണ്, ശരിയായ ജോഡിയിൽ അത് വരും. പിന്നെ സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? അത് കൃത്യമാണ്. പിന്നെ നമ്മുടെ കൂട്ടക്കൊലയെക്കുറിച്ച്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ജാലിയൻ വാലാബാഗിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ചോദ്യത്തിൻ്റെ രീതിയിലൊരു മാറ്റം, സ്ട്രക്ചറിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? നല്ല ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷ ചോദിക്കും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിമാർ അല്ലേ? നമുക്ക് പഠിക്കാനുള്ളതാണ്. ലോക്സഭ, രാജ്യസഭ അല്ലേ? ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിമാർ, ഇതെല്ലാം നമ്മുടെ സിലബസിലുള്ള ഭാഗമാണ്. അപ്പോൾ ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ലോക്സഭയും രാജ്യസഭയും ചേർന്ന്, രാഷ്ട്രപതിയും ലോക്സഭയും ചേർന്ന്, രാഷ്ട്രപതിയും രാജ്യസഭയും ചേർന്ന്, ലോക്സഭയും രാജ്യസഭയും സംസ്ഥാന നിയമസഭകളും ചേർന്ന്. ഏതാണ് ഉത്തരം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യണം. നിങ്ങളൊരു പേപ്പറിൽ എഴുതി നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം അല്ലേ പേപ്പറിൽ എഴുതിയിട്ട് ആൻസർ കീ നോക്കിയിട്ട് വിലയിരുത്തുക. എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. 4ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസ് തീർച്ചയായിട്ടും ചോദിക്കും. കേശവാനന്ദ ഭാരതി ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫെയർ ആണ്. അപ്പോൾ
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. എ ബി സി എന്നീ പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണ് എന്നുള്ളത് പറയും. റെഡി? കിട്ടിയല്ലോ? യെസ്. അഞ്ചാമത്തെ ചോദ്യം നിങ്ങളൊന്ന് പോസ് ചെയ്യുക കേട്ടോ, സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തതേത് എന്നാണ് ചോദ്യം. 19 അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാമത്തെ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത്: ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ നേടുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇതിലേതാണ് ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഈസിയാണ് അല്ലേ? ആറാമത്തെ ചോദ്യം, PWD. ഓക്കെ, PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈസി ആയിട്ടുള്ള ചോദ്യം. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള നിയമം, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമം, ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന നിയമം, റോഡുകളും പൊതുസ്ഥലങ്ങളും കയ്യേറുന്നതിനെതിരെയുള്ള നിയമം. PWD ആണ്. PWD. യെസ്, ഈസിയാണ്. ഏഴാമത്തെ ചോദ്യം, എയ്ഡ്സിനു കാരണമായ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു? 1. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു. 2. രോഗപ്രതിരോധ ശേഷി കുറയുന്നു. 3. രോഗപ്രതിരോധ ശേഷി കൂടുന്നു. ഓപ്ഷൻ 4ാമത്തെ പ്രസ്താവന, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ഇതിലേതാണ്? ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുക? എയ്ഡ്സിന് കാരണമായ HIV വൈറസ് മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ വരും? 1, 2 ആണോ, 2 മാത്രമാണോ, 2, 4 ആണോ, 3, 4 ആണോ എന്നുള്ളതാണ്. പോസ് ചെയ്യുക, ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് പരുത്തി, ചണം, ചോളം, ബാർലി. ഓക്കെ, നമുക്കിവിടെ ഗോതമ്പ് എന്നാണ് കേട്ടോ ഓപ്ഷൻ. ഗോതമ്പ് എന്നുള്ളതായിരുന്നു. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഗോതമ്പ്. ശരിയാണ്. നോക്കാം. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. പരുത്തി, ചണം, ചോളം, ബാർലി, അതുപോലെ തന്നെ ഗോതമ്പ് കേട്ടോ. ഗോതമ്പ് ആണ് ചോദ്യത്തിനുള്ള ഉത്തരം. ഞാൻ ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ബാർലി അല്ല. ബാർലി ആക്ച്വലി ശരിയാണ്, കുഴപ്പമില്ല. നോക്കുക, 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്? ഉഷ്ണകാലം, ശൈത്യകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം. പശ്ചിമ അസ്വസ്ഥത, ഓക്കെ, പശ്ചിമ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ഉഷ്ണകാലമാണോ, ശൈത്യകാലമാണോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണോ, വടക്ക് കിഴക്കൻ മൺസൂൺ ആണോ? കാലാവസ്ഥ നമ്മുടെ സിലബസിലുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ നമുക്ക് പഠിക്കാനുണ്ട്, ജീവകങ്ങൾ പഠിക്കാനുണ്ട്, ഹോർമോണുകൾ നമുക്ക് പഠിക്കാനുണ്ട്, സിലബസിലുള്ളതാണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? സിമ്പിളാണ്, KBCA. ഇങ്ങനെയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, OMR ഷീറ്റിൽ അടയാളപ്പെടുത്തുമ്പോൾ തെറ്റും. ഓക്കെ, വിറ്റാമിൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇതിലെ ചോദ്യം നമുക്ക് മറച്ചു വെച്ചിട്ട്, ഈ ചോദ്യമേ അല്ല, ഞാനൊരു വെറുതെ പറയുകയാണ്. ഇപ്പോൾ ഉത്തരം വിറ്റാമിൻ A ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ നോക്കുന്നു, വിറ്റാമിൻ A ആണ്. നമുക്കിത് നോക്കാതെ തന്നെ അറിയാം വിറ്റാമിൻ A ആണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമല്ല. ഇങ്ങനെ ഒരു കേസ് വന്നാൽ നമ്മൾ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്. ഇവിടെ വിറ്റാമിൻ A എന്നല്ല എഴുതിയിരിക്കുന്നത്, K എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ വിറ്റാമിൻ A ആണെന്ന് പറഞ്ഞിട്ട് A ഓപ്ഷൻ കൊണ്ട് കുത്തും. പക്ഷേ വിറ്റാമിൻ A എവിടെ കിടക്കുന്നത്? ഡിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റും.
കൺഫ്യൂഷൻ ആവും. OMR ഷീറ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തെറ്റിക്കും, അതിൽ മാർക്ക് പോവും. നമ്മളിവിടെ തെറ്റിച്ചാണെന്നൊന്നും PSCക്ക് അറിയില്ല, നമ്മുടെ മാർക്ക് പോവും, നെഗറ്റീവ് മാർക്കാവും. ഇപ്പോൾ 10 ചോദ്യം കിട്ടിയിട്ടുണ്ട്. ആ 10 ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം, ആൻസർ കീ ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ ജോഡി. 1. 1869 ഒക്ടോബർ 2 പോർബന്തറിലെ ഗുജറാത്തിലെ പോർബന്തറിൽ സുധാമപുരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചു. കറക്റ്റാണത്. ഇനി രണ്ടാമത്തേത് 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ശരിയാണ്. പക്ഷേ സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിട്ട് കണക്കാക്കുന്നില്ല. പകരം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് രാഷ്ട്രീയ ഗുരു. അപ്പോൾ ഇവിടെ 1, 2 ആണ് ശരി. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ റൗലറ്റ് അഥവാ കാര്യ നിയമം അല്ലേ, അത് ശരിയാണ്. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷൻ അല്ല, പകരം ഹണ്ടർ കമ്മീഷനെയാണ് നിയമിച്ചത് എന്നുള്ള കാര്യമാണ് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതെന്താ, രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും വരിക എന്ന് വെച്ചാൽ 1, 3 ആണ് വരിക. ഓപ്ഷൻ 1, 3 എന്നുള്ളത് ഡി ആണ്. അതായത് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷൻ ഏതാണ്, ഹണ്ടർ കമ്മീഷനാണ്. ഒരിക്കലും എന്തല്ല, സൈമൺ കമ്മീഷൻ അല്ല എന്നുള്ളത് കേട്ടോ. ക്ലിയർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ലോക്സഭയും രാജ്യസഭയും ചേർന്നിട്ടാണ് കേട്ടോ. അതായത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ ആർട്ടിക്കിൾ 66 ആണ്. ഉപരാഷ്ട്രപതി ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാഷ്ട്രപതിക്ക് ഉണ്ടാവേണ്ട എല്ലാ യോഗ്യതകളും ആർക്കും വേണം, ഉപരാഷ്ട്രപതിക്കും ഉണ്ടായിരിക്കണം. ഉപരാഷ്ട്രപതിയുടെ ചുമതല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. യെസ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. അപ്പം നമുക്ക് നോക്കാം. കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഇതാ കേശവാനന്ദ ഭാരതി കേസ് 1973 ഒരു കേസാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച്, അതായത് അമെൻമെന്റ്, അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേശവാനന്ദ ഭാരതി കേസാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഇവിടെ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ചത് 1960 ബേരുബാരി കേസാണ്. ചോദിക്കും, ബേരുബാരി കേസ് ചോദിക്കും, കേശവാനന്ദ ഭാരതി കേസ് ചോദിക്കും. വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല, ബാക്കിയുള്ളതെല്ലാം വരും. അത് ഏതൊക്കെയാണ് അത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. ബി, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. സി, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഡി, സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി, മാന്യമായ തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി. ബാക്കിയുള്ളതെല്ലാം മൗലിക സ്വാതന്ത്ര്യത്തിൽ വരും, ഇതല്ല. യെസ്, ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കുക, അടുത്ത ചോദ്യം 6ാമത്തെ ചോദ്യം, PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇമ്പോർട്ടൻ്റ് ആയുള്ള ചോദ്യമാണ്. ഭിന്നശേഷി വിഭാഗക്കാരെ സംബന്ധിച്ചിട്ടുള്ള നിയമമാണ് PWD ആക്ട് എന്ന് പറയുന്നത്. ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ളതാണ്. 1995 ഈ ആക്ട് പ്രകാരം 33ാം വകുപ്പ് പ്രകാരം എന്നാണ് ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സംരംഭങ്ങളിൽ, സർക്കാർ ഉദ്യോഗങ്ങളിൽ ഇങ്ങനെയുള്ള ഭിന്നശേഷി വിഭാഗക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 3% കുറയാത്ത ഒഴിവുകളിൽ നിയമനം നൽകാനായിട്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 1995 ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ളതാണ് PWD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പൊതുമരാമത്ത് വകുപ്പല്ല. യെസ്. അടുത്തത് 7ാമത്തെ ചോദ്യം, എയ്ഡ്സിന് കാരണമായ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്ന എന്തൊക്കെ? HIV എന്ന് പറയുമ്പോൾ തന്നെ പ്രതിരോധശേഷി എന്താവും?
രോഗപ്രതിരോധശേഷി കുറയുമെന്നുള്ളതാണ് അല്ലേ. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയും. ലിംഫോസൈറ്റാണ് പ്രതിരോധത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണവും കുറയും, രോഗപ്രതിരോധശേഷിയും കുറയും. അപ്പോൾ 2ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 8ാമത്തെ ചോദ്യം ഇവിടെ നോക്കുക. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത്, അവിടെ തന്ന ചോദ്യത്തിൽ ഒരു ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഗോതമ്പാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പരുത്തി, ചണം, ചോളം, ഗോതമ്പ്. അതിൽ ഗോതമ്പാണ് ഖാരിഫ് വിള അല്ലാത്തത്. പരുത്തി, ചണം, ചോളം അല്ലേ. നെല്ല്, ചോളം, പരുത്തി, തിനവിള, ചണം, കരിമ്പ്, നിലക്കടല ഇതെല്ലാം ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിളയാണ്. ഓക്കെ, ഖാരിഫ് വിളയാണ്. റാബി വിള എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പയറ്, ഗോതമ്പ്, പുകയില, കടുക് ഇതൊക്കെയാണ് പ്രധാന റാബി വിള. സെയ്ദ് വിളകൾ എന്ന് പറയുമ്പോൾ പഴം, പച്ചക്കറികളാണ് വരുന്നത്. പഴം, പച്ചക്കറികൾ. ഓക്കെ, ക്ലിയർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം, ചോദ്യം വരും. നമ്മളവിടെ ബാർലി ആയിരുന്നു തന്നത്. ബാർലി ആണെങ്കിലും ഖാരിഫ് വിളയല്ല, അത് കറക്റ്റാണ്. പക്ഷേ ഞാനിവിടെ ഓപ്ഷൻ ഗോതമ്പായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ ഒരു മാറ്റം വരുത്തിയത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. 9ാമത്തെ ചോദ്യം. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിൽ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ശൈത്യകാലമാണ് കേട്ടോ. പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലമാണ്. 10ാമത്തെ ചോദ്യം. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. ഇവിടെ ഓപ്ഷൻ സി തന്നെയാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ വരില്ല. പക്ഷേ ആക്ച്വലി വിറ്റാമിൻ സി എന്ന് തന്നിട്ട് എയിലായിരിക്കും തരിക. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ സി കൊണ്ട് കുത്തിയാൽ നമ്മുടെ തെറ്റും അല്ലേ. ഇവിടെ തന്നിട്ടുള്ളത് സി, അങ്ങനെ ആവും. അത് ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ചോദ്യം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്നും ആൻറ്റി ക്യാൻസർ ഏജൻറ്റ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ് എന്നും ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണോ? അപ്പോൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് ക്ലാസ് ചെയ്യുന്നതിനുള്ള, ഓക്കെ, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക ദയവായിട്ട് കേട്ടോ. താങ്ക് യു.